സോ നിങ്ങളും ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതായത് നിങ്ങളും എന്നെപ്പോലെ തന്നെ ഒരു ആപ്പിൾ യൂസറാണ്. നിങ്ങളുടെ ഐഫോൺ, ഐപാഡ്, ഈവൻ മാക്ക് നമ്മളെല്ലാവരും മേ ബി യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. പെട്ടുപോകുന്ന അവസ്ഥയാണ്. നമ്മൾ ഓൺ ദ ഗോ ഒരു യാത്രയിലാണ്, പക്ഷേ നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. നമ്മൾ യൂസ് ചെയ്തു, പക്ഷേ ഒരു പോയിന്റിൽ ചാർജ് ചെയ്യേണ്ട അവസ്ഥ വന്നപ്പം നമുക്ക് അടുത്തെങ്ങും ചാർജ് ചെയ്യാനുള്ള പ്ലഗ് പോയിന്റോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ? എങ്കിൽ ഇനി ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ എവിടെ യാത്ര ചെയ്താലും കൂടെ ക്യാരി ചെയ്യാൻ സാധിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന മറ്റൊന്നുമല്ല, ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടെർബോ എക്സ് എന്ന് പറയുന്ന 20,000 mAh ഒരു കിഡിലൻ പവർ ബാങ്ക് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കേപ്പബിലിറ്റി, ഇതൊരു 20,000 mAh പവർ ബാങ്ക് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കീ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ടൈപ്പ് ഓഫ് ബാറ്ററിയാണ്. അതായത് ലിഥിയം അയോൺ, നോർമലി നമ്മൾ കാണുന്നതും ഈവൻ നമ്മളെ ഐഫോണുകളിലും മാക്കിലും ഒക്കെ യൂസ് ചെയ്തേക്കുന്ന ലിഥിയം അയോൺ ബാറ്ററീസ് ആണ്. പക്ഷേ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ലിഥിയം പോളിമർ ബാറ്ററീസ് ആണ്. സോ 20,000 mAh എന്ന് പറയുന്നത് ഈ ഒരു സൈസിൽ, വളരെ സ്ലിം ആയിട്ടുള്ള ഈ ഒരു സൈസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ബോട്ട് യൂസ് ചെയ്തേക്കുന്ന ലിഥിയം പോളിമർ ബാറ്ററി ഉള്ളതുകൊണ്ടാണ്. സോ എന്താണ് ലിഥിയം പോളിമർ ബാറ്ററീസും കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മളുടെ ഫോണുകളിലും ഡിവൈസുകളിലും സ്റ്റിൽ യൂസ് ചെയ്യുന്ന ലിഥിയം അയോൺ ബാറ്ററീസും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എത്ര കപ്പാസിറ്റി വേണമെങ്കിലും നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. സോ 20,000 mAh കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി ഈ ഒരു സ്ലിം ഫോം ഫാക്ടറിൽ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ ഡിസൈൻ വൈസ് ബോട്ട് ഇതിന് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ലിം ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഇതൊരു പോക്കറ്റ് സൈസ്ഡ് ആയിട്ടുള്ള 20,000 mAh പവർ ബാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈസി ടു ക്യാരി ആണ്. ഈവൻ നിങ്ങളുടെ ജാക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ പാൻസ് പോക്കറ്റിലോ ഇത് കീപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഓൺ ദ ഗോ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമ്മളുടെ മൾട്ടിപ്പിൾ ഡിവൈസുകൾ, പ്രത്യേകിച്ച് ഐപാഡ്, ഐഫോൺ, മാക്ക്, ഇതെല്ലാം നമുക്ക് ഓൺ ദ ഗോ വളരെ എഫിഷ്യൻ്റ് ആയിട്ടും കേപ്പബിൾ ആയിട്ടും ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മിക്കവാറും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് എല്ലാ വാഹനങ്ങളിലും ഈ കാർ അഡാപ്റ്റേഴ്സ്, പവർ അഡാപ്റ്റേഴ്സ് കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി പവർ അഡാപ്റ്റേഴ്സ് ആ കാറിലുണ്ടെങ്കിൽ തന്നെയും അതിൽ മിക്കവാറും വരാൻ ചാൻസ് ഉള്ള കണക്ഷൻ അല്ലെങ്കിൽ പോർട്ട് എന്ന് പറയുന്നത് ടൈപ്പ് എ പോർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പം അഡാപ്റ്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പേടി വേണ്ട, 2 USB പോർട്ട് ഏതാണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഇതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടും ഈസിലിയും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഹൗസ് തന്നെയാണ് ബോട്ടിൻ്റെ ടെർബോ എക്സ് എന്ന് പറയുന്ന ഈ 20,000 mAh ബാറ്ററി എന്ന് പറയുന്നത്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ ഇതൊരു മാക്ബുക്ക് നിയോ ആണ്. ഇതിന് വലിയ പവർ ഔട്ട്പുട്ടിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് വരുന്നത് ആപ്പിളിൻ്റെ A18 Pro എന്ന് പറയുന്ന ഐഫോണിൽ വന്നിരിക്കുന്ന ചിപ്പാണ് ഇതിലുപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 20 വാട്ട്സിൻ്റെ ഔട്ട്പുട്ടാണ് മാക്സിമം. എന്നാൽ മാക്ബുക്ക് പ്രോ പോലുള്ള ഇതുപോലത്തെ ലാപ്ടോപ്സ് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 65 വാട്ട്സിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പവർ ബാങ്കിലും 65 വാട്ട്സിൻ്റെ പവർ ഡെലിവറി സപ്പോർട്ട് ചെയ്യുന്ന 2 USB പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിവൈസുകൾ അറ്റ് ദ സെയിം ടൈം, ഒരു മാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐപാഡ് ഐഫോൺ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയുള്ള ഒരു കീ അഡ്വാൻറ്റേജ് ആണ്. ലേറ്റസ്റ്റ് ജനറേഷൻ ഐഫോൺ 17 സീരീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിലെല്ലാം നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഓൺ ദ ഗോ ഒരു ഫാസ്റ്റ് ചാർജിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിലുള്ള ഒരു അഡാപ്റ്ററിനേക്കാളും എന്തുകൊണ്ടും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ പവർ ബാങ്ക് ആണ് ബോട്ടിൻ്റെ ഈ ഒരു പവർ ബാങ്ക്. പിന്നെ പവർ ബാങ്കുകളുടെ കാര്യം ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള ഒരേ കാര്യം തന്നെയാണ്. പവർ ബാങ്ക് നമുക്ക് കണ്ടിന്യൂസ് യൂസേജിന് വേണ്ടിയുള്ള ഒരു ഡിവൈസ് അല്ല. നമുക്ക് ഇതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓൺ ദ ഗോ യാത്രയൊക്കെ ചെയ്യുമ്പം നമുക്ക് യൂസ് ചെയ്യാനും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് പവർ ഔട്ട്ലെറ്റ് ആണ് പവർ ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിലുള്ള ദ കണ്ടിന്യൂസ് യൂസേജ് ഓഫ് പവർ ബാങ്ക് വിൽ ഡെഫിനറ്റ്ലി ഇമ്പാക്ട് ദ ബാറ്ററി ഹെൽത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിപ്പം ഐഫോൺ ആയാലും ഐപാഡ് ആയാലും മാക്ക് ആയാലും ഇതിന് എല്ലാത്തിൻ്റെ ഇമ്പാക്റ്റ് സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എത്രയധികം ഫീച്ചേഴ്സും കേപ്പബിലിറ്റിയും ഉള്ള പവർ ബാങ്ക് ആണെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യുക. പേഴ്സണലി ഞാൻ പലതവണയും ഫേസ് ചെയ്തിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്, യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അത്യാവശ്യത്തിന് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പവർ പെട്ടെന്ന് ഡിപ്ലീറ്റ് ആയി പോകും. എന്നാൽ അവിടെ ചാർജ് ചെയ്യാൻ നമുക്കൊരു പ്രോപ്പർ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം വർക്ക് ചെയ്യാൻ തന്നെ മടിച്ചേക്കാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് യാതൊരു സെക്കൻഡ് തോട്ട്സിൻ്റെ ആവശ്യമില്ലാതെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തുള്ള പവർ ബാങ്കുകൾ. ആൻഡ് ഈ പവർ ബാങ്കിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് 3 പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിലെ 2 ഔട്ട്പുട്ട് പോർട്ടുകളും അതിൽ ഒരെണ്ണം സെപ്പറേറ്റ് ആയി നിൽക്കുന്നത് ഇത് ഇൻപുട്ട് പോർട്ടാണ്. അതിലൂടെയാണ് നമ്മളിത് ചാർജ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ബാറ്ററി ചാർജ് എത്ര ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള LED ഇൻഡിക്കേറ്റേഴ്സും ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അലോങ് വിത്ത് ദ ബോർഡ് ലോഗോ. സോ ഇവിടെ ലിഥിയം പോളിമർ ബാറ്ററി ടെക്നോളജി യൂസ് ചെയ്യുന്ന വളരെ ചുരുക്കം ചില ബ്രാൻഡുകൾ മാത്രമാണ് പവർ ബാങ്കുകൾ
മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിൽ വൺ എമംഗ് ദ ബെസ്റ്റ് ആണ് ബോട്ടിൻ്റെ ഈ ഒരു ടെർബോ എക്സ് എന്ന് പറയുന്ന 2000 mAh ഉള്ള പവർ ബാങ്ക്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ആയിട്ട് 8,000 rupees ആണ് കാണിക്കുന്നത്. പക്ഷേ കറൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ ഇതിനൊരു ബെസ്റ്റ് ഡീൽ കൊടുത്തിട്ടുണ്ട്. സോ ഫോർ 3,500 rupees ദിസ് ഈസ് എ ബാങ്ക് ഫോർ യുവർ ബക്ക് എന്ന് ഒരു സംശയം കൂടാതെ പറയാം. സോ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഫ്ലിപ്കാർട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.